നമസ്കാരം, മണി മാജിക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭാവി പ്രവചനാതീതമാണ്. അനുദിനം വളരുകയാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ. പ്രതിദിനം നിരവധി അപ്ഡേറ്റുകളാണ് ശാസ്ത്രമേഖലയിൽ നിന്നും സാങ്കേതിക മേഖലയിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജി എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിലേക്കുള്ള സാങ്കേതിക വിദ്യയുടെ സൂക്ഷിപ്പുകാരനാണ് നമ്മുടെ കൂടെയുള്ളത്. ഇൻകർ റോബോട്ടിക്സിൻ്റെ സാരഥി രാഹുൽ ബാലചന്ദ്രനാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ. റോബോ പാർക്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം, അതിൻ്റെ ഒരു എലമെൻ്റാണ് റോബോ പാർക്ക്. ഇപ്പോൾ റോബോ പാർക്കിന് 4 വേർട്ടിക്കലുണ്ട്. അതിൽ ഫസ്റ്റ് വേർട്ടിക്കൽ റോബോ ലാൻഡ്. റോബോ ലാൻഡ് ഈസ് എൻ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫോർ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ്. അതായത് ഒരു കുട്ടിക്കോ ഒരു ഡോക്ടർക്കോ ഒരു കർഷകനോ ഒരു ടീച്ചർക്കോ ആര് തന്നെ, ഇപ്പോൾ മീഡിയ പ്രവർത്തകർക്കോ ആർക്ക് തന്നെയും വന്ന് കണ്ട് ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കി അത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം, അതിനുവേണ്ട ഷോപ്പിംഗ് നടത്താം. അങ്ങനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫോർ ടെക്നോളജി. ഇവിടെ റോബോട്ടിക്സ്, AI, IoT, 3D പ്രിൻറ്റിംഗ്, AR, VR, ഡ്രോൺസ്, EV വെഹിക്കിൾസ്, ഓട്ടോണമസ് വെഹിക്കിൾസ് ഇതെല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ടെക്നോളജി മനസ്സിലാക്കാനുള്ള ഒരു സ്പേസാണ് ഫസ്റ്റ് വേർട്ടിക്കൽ. സെക്കൻഡ് വേർട്ടിക്കൽ ഈ ബിൽഡ് ചെയ്തിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. തേർഡ് വേർട്ടിക്കൽ ഈ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ് നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, ദെൻ അക്കാദമി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് R&D ചെയ്ത് പ്രൊഡക്റ്റ് ആൻഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർത്ത് വേർട്ടിക്കൽ ഈ എക്കോസിസ്റ്റത്തിലേക്ക് എല്ലാ വർഷവും നമ്മൾ ടെക് സ്റ്റാർട്ടപ്സിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഈ 4 കൂടുന്നതാണ് റോബോ പാർക്ക്. ഇത് വളരെ എക്സൈറ്റിംഗ് ആണ് കേൾക്കുന്ന സമയത്ത്. വളരെ എന്താ പറയുക, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമുക്ക് എന്താ പറയുക, എന്നാണ് ഇതിനൊരു സാക്ഷാത്കാരം? ഇപ്പോൾ എന്താണ് ഇതിൻ്റെ സ്റ്റേജ്? ഇപ്പോൾ പൈപ്പ് ലൈനിലാണോ? എത്രമാത്രം നമ്മളിനി വെയിറ്റ് ചെയ്യണം? ഇങ്ങനെ ഈ ഒരു ആശയം നമ്മളൊരു 4 വർഷമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാണ്. അത് ആശയം വന്നപ്പോൾ തൊട്ടിട്ട് നമ്മളതിൻ്റെ ചെറിയ രൂപങ്ങൾ, അതായത് ഇതിപ്പോൾ ആദ്യം തന്നെ ഒരു പാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അതൊരു എക്സ്പോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2019 നമ്മളൊരു ചെറിയ എക്സ്പോ തൃശ്ശൂർ ചെയ്തു. അതിനുശേഷം ഈ എക്സ്പോയിൽ ആളുകൾ വന്നിട്ട് റോബോട്ടുകളെയും AIയും ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന ചെറിയ ഒരു 1000 സ്ക്വയർ ഫീറ്റ് അത് തൊട്ടിട്ട് 5000 സ്ക്വയർ ഫീറ്റിൽ വരെയാണ് നമ്മൾ ചെയ്തിരുന്നത്. 2 വർഷം മുമ്പ് തൃശ്ശൂർ പൂരത്തിന് നമ്മൾ ഒരു വലിയ എക്സ്പോ നമ്മൾ ചെയ്തു. 1 ലക്ഷത്തിലധികം ആളുകൾ അത് കണ്ടു. നമുക്ക് വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റി. അവിടെ നിന്നാണ് നമ്മൾ വലിയ പാർക്കിലേക്ക് എത്തിയത്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ സപ്പോർട്ടോടുകൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് 10 ഏക്കർ ലാൻഡ് തൃശ്ശൂർ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അവിടെ ഈ ഡിസംബറിൽ 2025 എൻഡോട് കൂടിയിട്ട് ഈ പാർക്കിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. എവിടെയാണ് തൃശ്ശൂർ? എവിടെയാണ്? തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന് അടുത്ത് രാമവർമ്മപുരത്ത് തന്നെയാണ്. അത് ടൗണിൽ നിന്ന് 2 ഹൃദയഭാഗത്ത് തന്നെയാണ് പാർക്ക് വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് രാഹുൽ എത്തിയത്? എന്താണ് രാഹുലിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആണ്. അതിനുശേഷം ഒരു 3 ഫെയിലിയേഴ്സ് ഉണ്ടായി വ്യത്യസ്ത സംരംഭങ്ങളിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ പഠിച്ച് പുതിയ ഒരു രീതിയിൽ ബിൽഡ് ചെയ്യാം. അപ്പോൾ എന്താണ് നെക്സ്റ്റ് എന്ന് ഒരുപാട് ആലോചിച്ചപ്പോൾ ഫ്യൂച്ചർ ടെക്നോളജിയാണ്, AI ആണ് എന്ന് ഒരു ഘട്ടത്തിൽ തിരിച്ചറിയും. പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്ത് ഇതിൽ ചെറിയ രീതിയിൽ നമ്മളൊരു ട്രെയിനിങ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ബേസിക്കലി നമ്മളെല്ലാവരും പറയും AI, റോബോട്ടിക്സ്, ടെക്നോളജി പറയുമെങ്കിലും ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ, ഇത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല. ഇതിനകത്ത് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഞങ്ങൾ ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം ഫോർ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അത് ബിൽഡ് ചെയ്യാതെ ഒരാൾക്ക് പറ്റുന്ന കാര്യം അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് ആ ഒരു ചർച്ചയിൽ നിന്നും ആ ആശയത്തിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു റോബോ പാർക്ക്. അത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഒരു പാർക്കല്ല, മൾട്ടിപ്പിൾ പാർക്കുകൾ, മിനി പാർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സെൻറ്റർ ഓഫ് എക്സലൻസ് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നുണ്ട്. അത് ബിഗ് 4 കമ്പനീസായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ സ്കൂൾസിലേക്കും കോളേജസിലേക്കും വേണ്ട കമ്മ്യൂണിറ്റീസ്, അത് ഫ്യൂച്ചർ ടെക് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞിട്ട് റോബോ ക്ലബ്ബുകൾ. അപ്പോൾ അങ്ങനെ ഒരു വലിയ എക്കോസിസ്റ്റം. ഇതിൻ്റെ ഭാഗമാണ് പല യൂണിവേഴ്സിറ്റികളും, പല MG പോലെയുള്ള കമ്പനീസ്, ഹൈക്കൺ, ഇവരൊക്കെ ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള നമ്മളുടെ ജെൻ റോബോട്ടിക്സ്, ഇവരെല്ലാം ഇതിൻ്റെ ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മളുടെ പാർക്കിലുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഫ്യൂച്ചർ ടെക്നോളജീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന പോലെ അതായത് ഞാനിപ്പോൾ മീഡിയയിലാണെങ്കിലും ഞാനൊരു ലേമാനാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ കേൾക്കുന്ന പോലെ ചെറിയ ചെറിയ പേരുകളാണ് AI അല്ലെങ്കിൽ റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്ന ചെറിയ പക്ഷേ ഇത് എത്ര മാത്രം വിശാലമാണ്, എത്ര വാസ്റ്റാണ് ആക്ച്വലി? എന്തൊക്കെയായിരിക്കണം ഫ്യൂച്ചർ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? സോ ബേസിക്കലി ഇത് ഇപ്പോൾ നമ്മൾ റോബോട്ടിക്സ്, AI, IoT എന്നൊക്കെ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോ, ഇപ്പോൾ 3D പ്രിൻറ്റിംഗ് ഇത് വന്നു കഴിഞ്ഞു. ഇത് ഫ്യൂച്ചറിസ്റ്റിക് അല്ല. ഇപ്പോൾ
നമുക്കിവിടെ 2-3 ക്യാമറാസ് ഇരിക്കുന്നുണ്ട്. ഈ ക്യാമറാസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എയും റോബോട്ടിക്സ് ഉപയോഗിച്ചിട്ട് ഇതൊരു എന്താ പറയുക കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആക്കിയിട്ട് അങ്ങനത്തെ സ്റ്റുഡിയോസ് ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലും ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ChatGPT പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കണ്ടന്റ് മാനേജ് ചെയ്യുന്നതും അത് പറയാൻ വേണ്ടിയിട്ട് അവതാരണ ക്രിയേറ്റ് ചെയ്യാനും ഇതൊക്കെ എന്താ പറയുക, അതുപോലെ എല്ലാ മേഖല ഇപ്പോൾ ഇറസ്പെക്റ്റീവ് ടു ഇൻഡസ്ട്രീസ് ഈ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ് നമ്മൾ എന്താ പറയുക ഇത് നമ്മളുടെ സാധ്യതകൾ കളയുക അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ അതിനെ മനസ്സിലാക്കി അതിൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ പുറകിലേക്ക് പോകും. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എത്തി എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിഭീകരമായിരിക്കും. ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് പല മേഖലകളിലേക്കും ഈ ഫ്യൂച്ചർ ടെക്നോളജീസ് ഇപ്പോൾ AI ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും കടന്നു വന്നു. അപ്പോൾ അത് ആൾക്കാർക്കൊരു ആശങ്കയുണ്ട്. പക്ഷേ ഇതിന് അക്കാഡമിക്സുമായിട്ട് കൂട്ടിക്കൊഴിക്കുന്ന രാഹുൽ പറയുന്നത് ഇതൊരു സാധ്യത കൂടിയാണെന്ന്. അതൊന്ന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? ഇപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിന് ഇങ്ങനൊരു സംരംഭം കൊണ്ട് എത്രമാത്രം ഗുണമുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം കേരളത്തിലെ സ്റ്റുഡൻസ് ഇപ്പോൾ AI അല്ലെങ്കിൽ റോബോട്ടിക്സ് പോലുള്ള മേഖലകളിലേക്ക് വരണം ഒന്ന് പറയാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങൾ 2019 ചൈനയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അന്ന് അവിടെ കണ്ട സ്കൂളുകളിലോ അല്ലെങ്കിൽ കമ്പനീസിലോ കണ്ട ഒരു എക്കോ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടുത്തെ ഒരു സ്കൂൾ കുട്ടി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കുട്ടികൾ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കതിനെ പറ്റിയ ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല. ഇന്ന് നമ്മൾ എന്ത് കാണുന്നോ അതാണ് നമ്മളാവാൻ ശ്രമിക്കുന്നത്. നമുക്ക് ആക്സസ് വേണം, നമ്മൾ കേട്ടാൽ പോരല്ലോ. അപ്പോൾ ആ ആക്സസിബിലിറ്റി ഇവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളൊരു ഇങ്ങനൊരു റോബോട്ട് ഉണ്ട് എന്നല്ല. ഇപ്പോൾ നമ്മളുടെ പാർക്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഏരിയാസ് കഴിഞ്ഞിട്ടാണ് AIയിൽ വരുന്നത്. ദെൻ റോബോട്ടിക്സിലേക്ക് വരുമ്പോൾ അവിടെ കുക്ക് ചെയ്യുന്ന റോബോട്ട്, ക്ലീനിങ് റോബോട്ട്, ഡെലിവറി റോബോട്ട്, അതുപോലെ വിവിധ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന റോബോട്ട്, ഇതെല്ലാം റിയലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇവർക്കിത് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് അവരിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു ഡ്രോൺ ടാക്സിയിൽ അവർക്ക് കയറിയിരിക്കാം, ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യാം, ഓട്ടോണമസ് കാറിൽ പോവാം. അപ്പോൾ ഇത്തരം ടെക്നോളജീസ് വന്ന് നേരിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ മേഖലയിൽ അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനും മേക്കർ സ്പേസ് ഒരു 20-22,000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു മേക്കർ സ്പേസ് ഉണ്ട്. ഈ പറഞ്ഞ ടെക്നോളജീസ് എല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു മേക്കർ സ്പേസ്. അപ്പോൾ ആ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും അവിടെ അക്കാദമിയുണ്ട്. ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ MGയുടെ കണ്ടൻറ് ഡെവലപ്പേഴ്സ്, MGക്ക് വേണ്ടിയിട്ട് പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന അവരുടെ എന്താ പറയുക കണ്ടൻറ്റും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഹൈക്കൺ ഉണ്ട്, നമ്മളുടെ ജെൻ റോബോട്ടിക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടുന്ന ഈ എക്കോസിസ്റ്റത്തിലേക്ക് വരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അവരുടെ ഫ്യൂച്ചറിലേക്ക് ഇത് അഡാപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഇനിയിപ്പോൾ അവരൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ ഇതിന് വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ AWS, NVIDIAയുടെ എക്കോസിസ്റ്റം അവിടെ അവൈലബിൾ ആണ്. ഇനി അവർക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അതിനുള്ള സൗകര്യമുണ്ട്, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊരു അമേസിംഗ് ഓപ്പർച്യൂണിറ്റി. അതായത് അവരെ ആസ്പയർ കൂടി ചെയ്യിപ്പിക്കണം. അത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. എന്താണ് രാഹുലിൻ്റെ ഈ വിഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക്? സോ ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് പാർക്ക് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിലാണ് ഞങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഡൽഹിയിൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ തന്നെ നേതൃത്വത്തിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഡൽഹിയിൽ ഇത് എക്സ്പോയിൽ അവതരിപ്പിച്ച് അവിടുന്ന് അന്ന് തന്നെ നമുക്ക് മൈസൂർ ഒരു മിനി പാർക്കിനുള്ള ഓപ്പർച്യൂണിറ്റി, ആസാമിൽ ഒരു മിനി പാർക്കിനുള്ള ഓപ്പർച്യൂണിറ്റി. സോ ബേസിക്കലി ഇന്ത്യയിൽ ഈ എത്രയും പെട്ടെന്ന് ഈ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, അതിലേക്ക് കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൊണ്ടുവരിക, ഇത് അബ്രോഡിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് രാഹുലിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ്? ആണ് ജെൻ ആൽഫയാണോ, ജെൻ സി ആണോ? ബേസിക്കലി നമ്മൾ റോബോ പാർക്കിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിനകത്ത് എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 5 വയസ്സായ കുട്ടി തൊട്ടിട്ട് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, നോൺ ടെക് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ്, ദെൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ടൂറിസ്റ്റുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ എല്ലാവരും നമ്മളുടെ പാർക്കിനകത്ത് അവർക്ക് എല്ലാവർക്കും വേണ്ട പ്രോഗ്രാംസും അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കും. അപ്പോൾ ഭാവിയിലേക്ക് ഇങ്ങനൊരു തലമുറയെ ഉണ്ടാക്കാൻ, അവരെ കൂടുതൽ ചിന്തിപ്പിക്കാനുള്ളൊരു ശേഷിയും രാഹുലിൻ്റെ സംരംഭത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.